വർദ്ധിച്ചു വരുന്ന ഇന്ത്യ US ടെൻഷൻസിനിടയിലും ഇന്ത്യയുടെ ക്ഷണം സ്വീകരിച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൽ എത്തിയിരിക്കുകയാണ്. അതിർത്തി പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ തമ്മിൽ മ്യൂച്വലി ബെനഫിഷ്യലായ നിരവധി കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തീരുമാനത്തിലായി എങ്കിലും അതിന്റെയെല്ലാം പിന്നിലൂടെ ചൈനീസ് സ്റ്റേറ്റ് മീഡിയ ഒരു കളി കളിച്ചിരിക്കുകയാണ്. അതായത് തന്റെ 3 ദിന സന്ദർശനത്തിനായി എത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യൻ PM ശ്രീ നരേന്ദ്രമോദിയെയും വിദേശകാര്യമന്ത്രി S ജയശങ്കറെയും NSA അജിത് ഡോവലിനെയും മീറ്റ് ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങൾ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഈ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രോഗ്രസീവായ മ്യൂച്വലി ബെനഫിഷ്യലായ വിവിധ തീരുമാനങ്ങളിൽ എത്തിയെങ്കിലും ശ്രീ S ജയശങ്കറുമായുള്ള മീറ്റിംഗിന് ശേഷം ചൈന തങ്ങളുടെ സ്റ്റേറ്റ് മീഡിയ വഴി പുറത്തുവിട്ടിരിക്കുന്ന ന്യൂസ് റിപ്പോർട്ടിലൂടെ ഇവർ പറയുകയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി തായ്വാൻ ചൈനയുടെ ഭാഗമാണ് എന്ന് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നുവെന്ന്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള സത്യം? ഇന്ത്യൻ വിദേശകാര്യമന്ത്രി അങ്ങനെ പറഞ്ഞു കാണുമോ? പാശ്ചാത്യ മാധ്യമങ്ങളും അവരുടെ തിങ്ക് ടാങ്ക്സും ഇക്കാര്യത്തിൽ ഇപ്പോൾ തലപുകയ്ക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിക്കാത്തത്? എന്താണ് നമ്മുടെ രാജ്യം ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും അകന്ന് ചൈനയോട് കൂടുതൽ അടുക്കുകയാണോ? നമുക്ക് നോക്കാം. മാത്രമല്ല ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് എന്തൊക്കെ സുപ്രധാനമായ തീരുമാനങ്ങളിലാണ് ഇരു രാജ്യങ്ങളും ധാരണയിലായിരിക്കുന്നത്? നമുക്ക് ചർച്ച ചെയ്യാം. വെൽക്കം ടു വേൾഡ് സ്റ്റഡീസ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ശ്രീ S ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതേപ്പറ്റി ചൈന തങ്ങളുടെ സ്റ്റേറ്റ് മീഡിയ വഴി പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിൽ നമുക്കിവിടെ കാണാം. ചൈന ഇന്ത്യ എഗ്രി ടു മെയിൻറ്റെയിൻ മൊമെന്റം ഓഫ് ബൈലാറ്ററൽ ടൈസ്. ഇതിൽ ചൈന തങ്ങളുടെ വ്യൂ പോയിന്റ്സ് മീറ്റിംഗിൽ നടന്നിരിക്കുന്ന സുപ്രധാനമായ തീരുമാനങ്ങൾ എല്ലാത്തെയും പറ്റി ഇത്തരത്തിൽ വിവരിച്ചിരിക്കുന്നു. ഇതിൽ അല്പം താഴേക്ക് നോക്കിയാൽ ഇവിടെ കാണാം, ദാ ഇവിടെ ഇത് കയ്യിൽ നിന്നിട്ടതാണെന്നാണ് തോന്നുന്നത്. കൂടെ എഴുതിയിരിക്കുന്ന മറ്റു കാര്യങ്ങളോടൊന്നും ബന്ധമില്ലാതെ ഒരു വരി ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഹി റീഅഫേംഡ് ദാറ്റ് തായ്വാൻ ഈസ് എ പാർട്ട് ഓഫ് ചൈന. അതായത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി തായ്വാൻ ചൈനയുടെ ഭാഗമാണ് എന്ന് വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുന്നുവെന്ന്. മാത്രമല്ല ഇക്കാര്യത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇവരുടെ ഗവൺമെന്റ് ഒഫീഷ്യൽസും മീഡിയ ഹൗസസും എല്ലാം ഈ വിഷയത്തെ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. ചൈനയെ ഒരു കാര്യത്തിൽ എന്തായാലും അംഗീകരിച്ചു കൊടുക്കുക തന്നെ വേണം. നമുക്കറിയാം ഇവരുടെ രാജ്യത്ത് യൂട്യൂബ്, ട്വിറ്റർ പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളെ എല്ലാം പൂർണ്ണമായും നിരോധിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇവരെന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനായി ഇവരുടെ സ്റ്റേറ്റ് സ്പോൺസേർഡ് മീഡിയാസ്, ഇവരുടെ ഗവൺമെന്റ് മൗത്ത് പീസസ് എല്ലാവരും ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കും. അവർക്ക് എന്താണോ ലോകത്തോട് പറയാനുള്ളത് അത് ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഇക്കാര്യത്തെ അല്പം കൂടി വിശദമായി ചർച്ച ചെയ്യുമ്പോൾ തായ്വാൻ വിഷയത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇതുവരെയുള്ള നിലപാട് എന്താണ് എന്നുകൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യ തായ്വാനെ ആസ് ആൻ ഇൻഡിപെൻഡന്റ് കൺട്രി, ഒരു സ്വതന്ത്ര രാജ്യമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയും തായ്വാനും തമ്മിൽ ഔദ്യോഗികമായ നയതന്ത്ര ബന്ധങ്ങളുമില്ല. 1995 സ്ഥാപിതമായ ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന തായ്പേ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ സെന്ററാണ് ഇന്ത്യയിലെ തായ്വാന്റെ പ്രതിനിധി ഓഫീസായി നിലവിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ അതേസമയം ചൈനയുടെ വൺ ചൈന പോളിസിയെ ഇന്ത്യ കാലാകാലങ്ങളായി അംഗീകരിച്ചു വരികയാണ്. ഇതിൽ പ്രകാരം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, അതായത് മെയിൻലാൻഡ് ചൈന, അവർ തായ്വാനെയും അവരുടെ രാജ്യത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നു. ചൈനയുടെ ഈ പോളിസി അംഗീകരിക്കുന്നു എന്നാൽ തായ്വാൻ ചൈനയുടെ ഭാഗമാണ് എന്ന് അംഗീകരിക്കുന്നു എന്നർത്ഥം. എന്നാൽ 2010 ശേഷം ചൈനയുടെ ഈ പോളിസി അംഗീകരിക്കുന്നത് ഇന്ത്യ അങ്ങ് നിർത്തിവെച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ അടുത്തെങ്ങും അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രിമാർ ആരും തന്നെ ഒരിടത്തും വൺ ചൈനയെ പറ്റി പരാമർശിച്ച് കേട്ടിട്ടുണ്ടാവില്ല. കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യ വൺ ചൈനയെ അംഗീകരിക്കുന്നത് പോലെ ചൈന വൺ ഇന്ത്യയെ അംഗീകരിക്കുന്നില്ല. അതായത് പാകിസ്ഥാൻ ഇല്ലീഗലി ഒക്യുപ്പൈ ചെയ്തു വെച്ചിരിക്കുന്ന കശ്മീരിന്റെ ഭാഗമായ ഈ ടെറിട്ടറി അത് ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് ചൈന ഒരിക്കലും അംഗീകരിക്കുന്നില്ല. നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ തായ്വാൻ ചൈനയുടെ ഭാഗമാണ് എന്ന് പറയുന്ന വൺ ചൈന പോളിസിയെ ഞങ്ങൾ എന്തിനെ അംഗീകരിക്കണം എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. അത് ചൈന ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. കാരണം അത് അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ചൈനയ്ക്ക് സമ്മാനിച്ച അക്സായ് ചിഹ്നം സ്വാഭാവികമായും ഇന്ത്യയുടേതാണെന്ന് അംഗീകരിക്കേണ്ടി വരും. അതിനാൽ ചൈന ഒരിക്കലും വൺ ഇന്ത്യ പോളിസിയെയും ഇന്ത്യ ഒരിക്കലും വൺ ചൈന പോളിസിയെയും ഇനി അംഗീകരിക്കാൻ പോകുന്നില്ല. ഇത്തരത്തിൽ ഇപ്പോൾ ചൈന പരത്തുന്ന വാർത്തകളും അതിനാൽ തീർത്തും അടിസ്ഥാനരഹിതമാണ്. ഒപ്പം തന്നെ ഇത് USA-ക്ക് വലിയൊരു മെസ്സേജ് കൂടിയാണ്. ചൈന ഇത്തരത്തിൽ പറയുമ്പോഴൊക്കെ ഇന്ത്യ ഒരിക്കലും അതിനെ നിരാകരിക്കുന്നില്ല. ഞങ്ങൾ അങ്ങനെ പറഞ്ഞുവെന്നോ പറഞ്ഞില്ലെന്നോ പറയുന്നില്ല. ഒഫീഷ്യലായി ഇതിനെതിരെ റിയാക്ട് ചെയ്യാതെ അതിനെ മനഃപൂർവ്വമായി ഇഗ്നോർ ചെയ്യുമ്പോൾ ഇന്ത്യ ഇതിലൂടെ വലിയൊരു സൂചനയാണ് USA-ക്ക് നൽകുന്നത്. നിങ്ങളുടെ സോ കോൾഡ് ഏഷ്യ പസഫിക് സ്ട്രാറ്റജിയിൽ ഇനി മുതൽ നമ്മൾ ഉണ്ടാകില്ല എന്ന്. അതായത് ഇന്ത്യ എന്നത് ചൈനയെ ഏഷ്യ പസഫിക്കിൽ തടുക്കുവാൻ വേണ്ടിയുള്ള USA-യുടെ ലോങ് ടൈം സ്ട്രാറ്റജിയുടെ മുഖ്യ പങ്കാളിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത്തരത്തിൽ ചൈനയോട് അടുക്കും തോറും ഏറ്റവും കൂടുതൽ പൊള്ളാൻ പോകുന്നത് USA-ക്കാണ്. ഇവിടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുകയാണെങ്കിൽ തുച്ഛമായ ട്രേഡ് ഗെയിമിന് വേണ്ടി, നെഗോസിയേഷന് വേണ്ടി നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റിയെ കോംപ്രമൈസ് ചെയ്യുന്ന വിധത്തിൽ അയൽ രാജ്യമായ പാകിസ്ഥാനുമായുള്ള സഹകരണം US വർദ്ധിപ്പിച്ചു. എന്നാൽ അത്തരത്തിൽ ചെയ്യുന്നതോടെ ഇന്ത്യ കൂടുതൽ സമ്മർദ്ദത്തിലാകുമെന്ന് വിചാരിച്ച USA-ക്ക് തെറ്റി. അവിടെ പാകിസ്ഥാനുമായി കൈകൊടുക്കുവാൻ പോയപ്പോൾ ഇന്ത്യ ഇവിടെ ഒരേ സമയം USA-യുടെ ബദ്ധശത്രുക്കളായ റഷ്യയും ചൈനയുമായി കൈകോർത്തു. ഇനി നാളെ USA-ക്ക് തായ്വാന് വേണ്ടി ചൈനയുമായി യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇന്ത്യൻ ഓഷ്യനിലെ മലക്ക സ്റ്റേറ്റിലോ അങ്ങ് നോർത്ത് സൈഡിൽ ടിബറ്റ്
ടിബറ്റൻ പ്ലാറ്റോയിലോ ഒന്നും ഇന്ത്യ പ്രഷർ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി പോകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. സ്ട്രാറ്റജിക് പാർട്ണറായ ഒപ്പം ഒരു ക്വാഡ് മെമ്പർ കൂടിയായ ഇന്ത്യയെ വിട്ട് പാകിസ്ഥാനെയാണ് US തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കും എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി അറിയാമെന്ന ഒരു മെസ്സേജ് കൂടിയാണ് ഇവിടെ ഇന്ത്യ നൽകുന്നത്. അതുതന്നെയാണ് ഈ US സ്പോൺസേർഡ് പാശ്ചാത്യ മാധ്യമങ്ങളെ ഇത്രയധികം ചൊടിപ്പിക്കുന്നതും. കൂടാതെ ഈ നടന്ന മീറ്റിംഗിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി സൂചിപ്പിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്തെന്നാൽ അമേരിക്കയെ ഒന്ന് കൊള്ളിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അതായത് ഒരു രാജ്യമുണ്ട്, മറ്റു രാജ്യങ്ങളെ മുഴുവൻ അവർ ഏകപക്ഷീയമായി വൻതോതിൽ ബുള്ളി ചെയ്യുകയാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യൻ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് വളരെ ഓപ്പണായി ഓൺ റെക്കോർഡ് ഈ കാര്യം പറയുന്നത് എന്നുകൂടി ഓർക്കുക. ഇതെല്ലാം കൂടിയാകുമ്പോൾ USA ചൊടിപ്പിക്കുവാൻ ഇനി മറ്റെന്തെങ്കിലും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ റിയാക്ഷൻ USA ഭാഗത്തു നിന്നും ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ച് നടന്ന പ്രധാന തീരുമാനങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിർത്തിവച്ചിരുന്ന ഫെർട്ടിലൈസറുകളുടെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയെ ചൈന പുനരാരംഭിക്കുവാൻ പോകുകയാണ്. നമുക്കറിയാം, യൂറിയ എന്നത് കൃഷി ആവശ്യങ്ങൾക്കായി ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഫെർട്ടിലൈസറാണ്. ഇതിന്റെ ലോകത്തിലെ തന്നെ മെയിൻ സപ്ലയറായ ചൈന ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ എക്സ്പോർട്ടിനെ നിർത്തിവച്ചിരുന്നു. എന്നാൽ ഉടൻ തന്നെ ഇതിന്റെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയെ പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ ചൈന പറഞ്ഞിട്ടുള്ളത്. കൂടാതെ അങ്ങേയറ്റം നിർണായകമായ റെയർ എർത്ത് മിനറൽസിന്റെ കാര്യത്തിൽ റെയർ എർത്ത് മിനറൽസ് എന്നത് ചൈനയുടെ ഒരു തുറുപ്പ് ചീട്ട് തന്നെയാണ്. താരിഫ് ഗെയിമായി വന്ന ട്രംപിനെ മുട്ടുകുത്തിച്ചതും ഇതിന്റെ ഒറ്റ പേരിലായിരുന്നു. അതായത് റെയർ എർത്ത് മിനറൽസ് എന്നാൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ തുടങ്ങി ഡിഫൻസ് എക്യുപ്മെന്റ്സിന്റെ മാനുഫാക്ചറിംഗിൽ വരെ ഉപയോഗിക്കുന്ന ഇതിന്റെ ലോകത്തിലെ മുഴുവൻ സപ്ലൈയുടെ 70% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈന ഒറ്റയ്ക്കാണ്. ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ ചൈന തിരിച്ച് US-ലേക്കുള്ള റെയർ എർത്ത് മിനറൽസിന്റെ എക്സ്പോർട്ടിനെ അങ്ങ് നിർത്തിവെച്ചു. പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ട്രംപ് ഉടനടി തന്നെ ടാക്കോ ചെയ്ത് ചൈനയുടെ മേലുള്ള താരിഫിനെ എടുത്തുമാറ്റി. ഇത്തരത്തിൽ ചൈന ഇതിന്റെ എക്സ്പോർട്ടിനെ റെസ്ട്രിക്ട് ചെയ്തു വെച്ചിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അവരുടെ ഓട്ടോമൊബൈൽ ഹെവി മെഷീനറി ഒക്കെ നിർമ്മിക്കുന്ന കമ്പനികളെല്ലാം ഇപ്പോൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുകയാണ്. അതേസമയം ചൈന ഇപ്പോൾ ഇന്ത്യക്ക് ഇതിന്റെ സപ്ലൈ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് പറയുന്നത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിൽ നമ്മുടെ ഭാരതം എപ്പോഴാണ് ആത്മനിർഭർ ആകുക എന്ന് ചോദിച്ചാൽ അതിന് വളരെ സമയമെടുത്തേക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ക്വാഡ് എന്ന സംഘടന ശക്തമായി നിലകൊണ്ടിരുന്ന സമയത്ത് റെയർ എർത്ത് മിനറൽസിന്റെ കാര്യത്തിൽ ചൈനയുടെ മേലുള്ള ഡിപ്പെൻഡൻസിയെ കുറയ്ക്കുന്നതിനായി ക്വാഡ് കൺട്രീസ് ഇതിൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നും വലിയ സപ്ലൈ ചെയിൻ നിർമ്മിക്കും, രാജ്യങ്ങൾ തമ്മിൽ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ തീരുമാനങ്ങൾ എടുത്തിരുന്നുവെങ്കിലും ഗ്രൗണ്ട് ലെവലിൽ ഒന്നും തന്നെ സംഭവിച്ചില്ല. മുൻ US പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ തന്റെ പ്രസിഡൻസിയുടെ അവസാന സമയത്ത് ക്വാഡിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന ട്രംപും തന്റെ തീരുമാനങ്ങൾ കൊണ്ട് ക്വാഡിനെ മുഴുവൻ നാശമാക്കുകയാണ്. അതുകൊണ്ട് റെയർ എർത്ത് മിനറൽസിന്റെ കാര്യത്തിൽ ക്വാഡ് വലിയൊരു പരാജയമായിരുന്നു എന്ന് പറയാതിരിക്കുവാൻ വയ്യ. ഇതുകൂടാതെ ഇപ്പോൾ ചൈനയുമായി ധാരണയിൽ എത്തിയിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ടണൽ മിഷൻസിന്റേത്. അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട് ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക്സ് ഈ ടണൽ മിഷന്റെ അഭാവത്തിൽ നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. കാരണം ലോകത്ത് ഇത്തരം ടണൽ മെഷീനുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ ജർമ്മനിയിലാണുള്ളത്. എന്നാൽ ജർമ്മൻ കമ്പനിയുടെ ഈ മെഷീനുകളുടെ മാനുഫാക്ചറിംഗ് അത് ചൈനയിലാണ് നടക്കുന്നത്. എന്നാൽ ചൈന ഇതുവരെ ഇത് ഇന്ത്യയിലേക്കുള്ള ഓർഡർ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായി ഇതിന്റെ സപ്ലൈയെ വൈകിപ്പിക്കുകയായിരുന്നു. ഇതേപ്പറ്റി മുൻപ് നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ജർമ്മനിയുടെ ഇക്കണോമിക് മിനിസ്റ്റർ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് സൂചിപ്പിക്കുന്ന വളരെ വൈറലായ ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. is supplying us some tunnel boring machines which they make in China. What's the name? But China is not allowing them to send it to India. They're producing in China? Yeah. Some component going from Germany, but We most should of it stop made in buying China. German equipment now. Yeah, I know. I'm good. I think I should listen to you. എന്തായാലും ഇത്തരത്തിൽ ചൈന തങ്ങളുടെ സപ്ലൈ ആരംഭിക്കുന്നതോടെ ഇന്ത്യക്ക് തങ്ങളുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ എന്ന സ്വപ്നം ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കുവാൻ കഴിയും. ഇത്തരത്തിൽ ഇന്ത്യയും ചൈനയും കൂടുതൽ അടുക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും തീർച്ചയായും ഇതിന്റെ റിയാക്ഷൻ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല ഈ മാസം അവസാനം ഇന്ത്യൻ PM ശ്രീ നരേന്ദ്രമോദിയും ചൈനയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് വരാൻ പോകുന്ന അമേരിക്കൻ റിയാക്ഷൻ അത് എക്സ്ട്രാ താരിഫിന്റെ രൂപത്തിലാണോ അതോ സാങ്ഷന്റെ രൂപത്തിലാണോ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.